അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സുന്നത്തായ നോമ്പിൻ്റെ ദിവസം ഒരാൾ ഖളാ വീട്ടുകയാണെങ്കിൽ സുന്നത്ത് നോമ്പിനെ കൂടെ നിയ്യത്ത് വെക്കാൻ പറ്റുമോ? ഇനി കൂലി കിട്ടാൻ അങ്ങനെ കരുതേണ്ടതുണ്ടോ? മറ്റൊരു സംശയം, സുന്നത്ത് നിസ്കരിക്കുമ്പോൾ മറ്റൊരു സുന്നത്ത് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് കൂടെ കരുതുന്നതിൻ്റെ വിധി എന്ത്? അങ്ങനെ ചില നിസ്കാരങ്ങൾ പറ്റുന്നതും പറ്റാത്തതുകൊണ്ട് ഇതിൻ്റെ വിശദീകരണം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നത്തായ നോൽമ്പിൻ്റെ ദിവസം മറ്റൊരു നോമ്പ് കൂടി കരുതിയാൽ രണ്ടും കിട്ടുമോ, നിയ്യത്ത് വെക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ഒരു മാന്യ സഹോദരൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ തൻ്റെ ഫതാവൽ കുബ്ര 2-ാം വാള്യം 90-ാമത്തെ പേജിൽ മന്നവ സൗമ യൗമി അറഫ, ഒരാൾ അറഫ ദിന നോമ്പ് നിയ്യത്ത് ചെയ്തു, മാ ഫറലിൻ, ഒരു ഫറല് ഖളാ വീട്ടലോടുകൂടെ, ഔകാന യൗമൽ ഇസ്നൈനി, അല്ലെങ്കിൽ തിങ്കളാഴ്ചയായിരുന്നു അറഫ ദിനം, അങ്ങനെ വനമ സൗമഹു അൻ അറഫ, തിങ്കളാഴ്ചയുടെ സുന്നത്തും അറഫയുടെ സുന്നത്തും എന്ന് 2 സുന്നത്തും കൂടി ഇങ്ങനെ നിയ്യത്ത് ചെയ്തു. എന്നാൽ ഫൈൻ നവാഹുമ, രണ്ടും കരുതിയാൽ ഹസ്വലാ, അത് രണ്ടും കിട്ടും. ഔ നവാ അഹദഹുമ, അല്ലെങ്കിൽ രണ്ടാൽ ഒന്ന് കരുതിയോ, എന്നാ സഖത്ത തലബുൽ ആഖിരി, മറ്റതിൻ്റെ ത്വലബ് സാഖിത്താകും, വലാ യഹ്സുലു സവാബു, യഥാർത്ഥ പ്രതിഫലം ലഭിക്കില്ല. ഒന്ന് കരുതിയാൽ തന്നെ രണ്ടിൻ്റെയും പ്രതിഫലം ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, അതായത് തിങ്കളാഴ്ചയുടെ കൂലി മാത്രം, തിങ്കളാഴ്ചയുടെ സുന്നത്ത് എന്ന് കരുതിയാലും അന്ന് അറഫയാണെങ്കിൽ അതും കൂടി കിട്ടുമെന്നും, അല്ലെങ്കിൽ അറഫാ ദിനം അറഫാ സുന്നത്ത് എന്ന് കരുതി അന്ന് തിങ്കളാഴ്ചയായിരുന്നു എന്നാൽ അതും കൂടി കിട്ടും എന്നും അഭിപ്രായമുണ്ട്. പ്രബലമായ അഭിപ്രായം, രണ്ടും കൂടി നിയ്യത്ത് ചെയ്താൽ രണ്ടും കിട്ടും, അല്ലെങ്കിൽ ഏതാണോ കരുതിയത് അതിൻ്റെ കൂലി കിട്ടുകയും മറ്റേതിൻ്റെ ത്വലബ് സാഖിത്താവുകയും ചെയ്യും. ഏതുപോലെ കമാലൗനവ ഫർള ലുഹരി, ഒരാൾ ലുഹർ ഫർള് നിസ്കാരത്തെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി, വ തഹയ്യത്തൽ മസ്ജിദി, പള്ളിയുടെ സുന്നത്തും കൂടിയും കരുതി, രണ്ടും കൂടി കരുതിയാൽ ഹസ്വലാ, അത് രണ്ടും കരസ്ഥമാകും. ഇനി ഒരാൾ തഹയ്യത്ത് കരുതാതെ ഫർള് ലുഹർ എന്ന് മാത്രം കരുതിയിട്ട് ലുഹർ നിസ്കരിച്ചു, എന്നാൽ ലുഹർ മാത്രമേ ലഭിക്കൂ, പക്ഷെ തഹയ്യത്തിൻ്റെ ത്വലബ് സാഖിത്താകും. ഫതാവൽ കുബ്ര 2-ാം വാള്യം 90-ാമത്തെ പേജ്. ഇതേ വിഷയം തന്നെ ഫതാവൽ കുബ്ര 2-ാം വാള്യം 75-ാമത്തെ പേജിലും, ഒരാൾ ഫറള് റമദാനിലെ ഫറള് ഖളാ വീട്ടുന്നു എന്നും തിങ്കളാഴ്ചയുടെ സുന്നത്തും കൂടി രണ്ടും കൂടി കരുതി, അല്ലെങ്കിൽ ഒരാൾ ഞാൻ റമദാനിലെ ഫറള് ഖളാ വീട്ടുന്നു എന്നും അറഫാ ദിനത്തിന്റെ സുന്നത്ത് എന്നും കൂടി കരുതി, ഇങ്ങനെ രണ്ടും കൂടി കരുതിയാൽ ഹസ്വലാ, രണ്ടും കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ഫതാവൽ കുബ്ര 2-ാം വാള്യം 75-ാം പേജിലും 2-ാം വാള്യം 83-ാമത്തെ പേജിലും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ അല്ല മഖ്ദൂമ് തങ്ങൾ തൻ്റെ ഫതുഹുൽ മൊയിൻ 202-ാമത്തെ പേജിൽ 6-ാമത്തെ വരിയിൽ ഫൈൻ നവാഹുമാ, രണ്ടും ഫൈൻ നവാഹ ഐളൻ ഹസന, രണ്ടും കൂടി കരുതിയാൽ രണ്ടും കിട്ടും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയം സുയാമിൻ്റെ ബാബിൽ അല്ലാമ ബുജൈരിമി തങ്ങൾ 21-ാമത്തെ പേജിൽ ഫൈൻ നവാഹുമാ, രണ്ടും കൂടി കരുതിയാൽ ഹസ്വല, രണ്ടും കിട്ടും. കസ്വദഖത്തി അലൽ ഖരീബി, അടുത്ത ബന്ധുവിനൊരാൾ ദാനധർമ്മം ചെയ്താൽ അതിന് 2 കൂലിയും കൂടിയും കിട്ടും. സദഖ, ഒന്ന് ദാനധർമ്മം എന്ന കൂലിയും കിട്ടും. വസ്വില, കുടുംബബന്ധം പുലർത്തുക എന്ന കൂലിയും, രണ്ടും നിയ്യത്ത് ചെയ്താൽ രണ്ടും കിട്ടും. ഇതുപോലെ തന്നെയാണ് സക്കാത്തിന്റെ അവകാശിയായ ഖരീബിന് കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത കുടുംബക്കാരന് എന്ന നിലയ്ക്ക് ഞാൻ ബന്ധം പുലർത്തുന്നു എന്നും, അതോടൊപ്പം തന്നെ ഫർളായ സക്കാത്തിന്റെ നിയ്യത്തും വെച്ചാൽ ആ സക്കാത്ത് വീടുന്നതോടൊപ്പം തന്നെ സിലത്തുർ റഹ്മിന്റെ കൂലിയും കൂടി കിട്ടും എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഫൈൻ നവത്തവ്വ ഐളൻ, ഫർള് ഖളാ വീട്ടലോടുകൂടെ സുന്നത്തും കൂടി കരുതിയാൽ ഹസ്വലാ, രണ്ടും കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട അല്ലാമ സുലൈമാൻ ഇബ്നുൽ ജമൽ തൻ്റെ അൽ ഹാഷിയ അലാ ഷറഹിൽ മിൻഹജ് വാള്യം 2 252-ലും പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയം കുർദിയിലും പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയം ഇയാനത്തു ത്വാലിബീൻ 2-ാം വാള്യത്തിലും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരു ഫറലായ നോമ്പ് ഖളാ വീട്ടുമ്പോൾ ആ ഫറല് നോമ്പ് ഖളാ വീട്ടുന്നു എന്നതോടുകൂടെ സുന്നത്തിൻ്റെ കൂലിയും കൂടി കരുതിയാൽ അതും ലഭിക്കും. അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ 1, 2, 3 സുന്നത്ത് നോമ്പിൻ്റെ കാരണങ്ങൾ ഒത്തുചേർന്നാൽ അത് 3ഉം നിയ്യത്ത് ചെയ്താൽ 3ൻ്റെയും പ്രതിഫലം കിട്ടും. ഉദാഹരണം, ഒന്ന് തിങ്കളാഴ്ചയായിരുന്നു, അതേ ദിവസം തന്നെ അറഫാന്റെ ദിനമായിരുന്നു, ഇങ്ങനെ രണ്ടും കൂടി കരുതി, എന്നാൽ രണ്ടും കിട്ടും എന്ന് സാരം. ഇനി നിസ്കാരത്തിന്റെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ മറ്റൊന്നിലൂടെ ലഭിക്കുന്നതും അല്ലാത്തതും ഉണ്ട്.
മഖ്സൂദായ സുന്നത്ത് അത് തന്നെ കരുതണം. ഉദാഹരണം, റാത്തിബ് സുന്നത്തും ലുഹായും കൂടി ഒപ്പം കിട്ടൂല. ഒരാൾ സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് റാത്തിബത്ത് സുന്നത്ത് അവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ 9 മണിക്ക് അത് നിസ്കരിക്കുന്നു, എന്നാൽ അതും ലുഹായും കൂടി കരുതാവതല്ല. അതുപോലെ തന്നെ രാത്രി ഒരാൾ പള്ളിയിലേക്കണ്ട് കയറി വന്നു, അങ്ങനെ കയറി വരുമ്പം അവൻ ഇഷാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, ആ ഇഷാന്റെ ശേഷമുള്ള സുന്നത്തും വിത്രും കൂടി കരുതാൻ പറ്റൂല. നേരെ മറിച്ച് ഏതൊന്നിനോടുകൂടെയും തഹയ്യത്ത് കരുതാം. ഫർളായാലും സുന്നത്തായാലും മറ്റൊരു നിസ്കാരത്തോടുകൂടെ തഹയ്യത്ത് കരുതൽ അനുവദനീയമാണ്. ഒരു റക്അത്ത് കൊണ്ട് തഹയ്യത്ത് കിട്ടൂല എന്നാണ് പ്രബലം. ഒരു റക്അത്ത് കൊണ്ടുകൂടി കിട്ടുമെന്ന് ബുജൈരിമി 1-ാം വാള്യം 369 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മറ്റു പലതോടുകൂടെയും കിട്ടുന്ന ഏറെ നിസ്കാരങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട ബിഗിയത്തുൽ മുസ്തർഷിദീൻ പേജ് 40 അസ്സുനനുല്ലത്തി തന്തരിജുമായ ഗൈരിഹ അശറുൻ, മറ്റൊന്നിനോടുകൂടെ ലഭിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ 10 എണ്ണമുണ്ട്. തഹയ്യത്ത്, തവാഫിന്റെ ശേഷമുള്ള 2 റക്അത്ത്, ഇഹ്റാമിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, വുദൂന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, അതുപോലെ തന്നെ ഇസ്തിഖാറയുടെ 2 റക്അത്ത്, ആവശ്യം നിർവഹിക്കാൻ ആവശ്യം അല്ലാഹു തആല നിറവേറ്റി തരാൻ എന്നുള്ള ഉദ്ദേശപ്രകാരമുള്ള ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത്, യാത്രയിൽ നിന്ന് മടങ്ങി വന്നാൽ ഉടനെയുള്ള 2 റക്അത്ത്, യാത്ര പോകുമ്പോൾ സുന്നത്തായ 2 റക്അത്ത്, ഇങ്ങനെ പല സുന്നത്തുകൾ. ഫലൗ ജമഅഹ കുല്ലഹ, ഇവയെല്ലാം കൂടി ഒരാൾ നിയ്യത്ത് വെച്ചിട്ട് വെറും 2 റക്അത്ത് നിസ്കരിച്ചാൽ ഹസ്വലത്ത് അത് ലഭിക്കും. ഔ ബഅളഹ, അല്ലെങ്കിൽ ചിലത് സാധിക്കുന്നത് ഏത് വെച്ചാൽ ആ കരുതിയാൽ അത് കിട്ടും, ചിലതാണെങ്കിൽ ചിലത് കിട്ടും. ഉദാഹരണം, ഒരാൾ ഒളു എടുത്ത് പള്ളിയിൽ കയറി, ലുഹാന്റെ നിസ്കാരത്തിന്റെ നേരം, 4 തഹയ്യത്ത് കരുതി, ലുഹ കരുതി, ഒളുവിന്റെ സുന്നത്തും കരുതി, എന്നാൽ അതൊക്കെ കിട്ടും. ഇനി ഒരാൾ ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരമാണ്, അതേപോലെ തന്നെ യാത്രയുടെ സുന്നത്ത് നിസ്കാരവുമാണ്, അതുപോലെ തന്നെ അവൻ പള്ളിയിൽ വെച്ചാണെങ്കിൽ അതും, ഇങ്ങനെ പലതും ഏതൊക്കെ കരുതാൻ സാധിക്കുന്നതും അനുവദനീയമായതുമുണ്ടോ എല്ലാം കൂടി കരുതിയാൽ അത് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ബിഗിയത്തുൽ മുസ്തർഷിദീൻ പേജ് 40 ഉണ്ട്. ചുരുക്കത്തിൽ ചില ആളുകളെങ്കിലും ഫർദും സുന്നത്തും കൂടി കരുതിയാൽ നോമ്പ് കിട്ടില്ല എന്ന് ധരിച്ച് പറയാറുണ്ട്. എന്നിട്ട് അവർ ഉദാഹരണം പറയും, ഒരാൾ ളുഹർ നിസ്കരിക്കുക, ആ ളുഹർ കൊണ്ട് തന്നെ റവാത്തിബ് ഉദ്ദേശിക്കുക, ഇതെങ്ങനെ കിട്ടുക എന്നൊക്കെ പറയാറുണ്ട്. വളരെ വ്യക്തമാണ്, ഷാഫിഈ ഫിഖ്ഹിലെ മുഅ്തമദായ മസ്അല രണ്ടും കൂടി കരുതാൻ പറ്റിയതാ പറഞ്ഞത്, പറ്റണോ പറ്റാത്തതുണ്ട്. ഉദാഹരണം, ഫർളും കഫാറത്തും കൂടി ഒരാൾ കരുതാവതല്ല, അതൊക്കെ വേറെ കാര്യം. കരുതാൻ പറ്റുന്നത് ഫർളായ നോമ്പ് ഖളാ വീട്ടുന്നു എന്നും തിങ്കളാഴ്ചയുടെ സുന്നത്തും, അല്ലെങ്കിൽ ഫർളായ നോമ്പ് ഖളാ വീട്ടുന്നു അതോടൊപ്പം അറഫായുടെ സുന്നത്തും, ഇങ്ങനെയൊക്കെ രണ്ടും നിയ്യത്ത് ചെയ്താൽ കിട്ടും എന്നു തന്നെയാണ് അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ തൻ്റെ ഫതാവൽ കുബറ 275, 283, 290, ഫതൂൽ മൊയിൻ 202-6, ജമൽ 2-252, ബുജൈരിമി പേജ് 21 കിതാബു സുയാം, ഇയാനത്തു താലിബീൻ കുർദി എന്നിവയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നിക്കാരവും നോമ്പും വർദ്ധിപ്പിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മുടെ മക്കളെയും അള്ളാഹു തആല അഹ്ലിനെയും പെടുത്തി നമ്മയൊക്കെ അവസാനം നന്നാക്കി തന്ന് അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.